ഉരിയാടണതെന്തൊരു തള്ള് വാവിട്ടു പറക്കും വാക്ക് അത് അങ്ങാടിപ്പാട്ട്. ഉന്തുന്തുന്തുന്ത് ഉരിയാടണതെന്തൊരു തള്ള് വാവിട്ടു പറക്കും വാക്ക് അത് അങ്ങാടിപ്പാട്ട്. ചുണ്ടത്തൊരു പുഞ്ചിരി നാട്ടി വാക്കിൽ ചെറുതേനു പുരട്ടി ചാഞ്ചാടിത്തോളിൽ കേറി കാതുകടിപ്പാണ്. ചുമ്മാതൊരു നോട്ടം മാത്രം ചങ്ങാത്തം എന്തൊരു വേഗം ഒന്നങ്ങ് തിരിഞ്ഞാലയ്യോ സംഗതി തേപ്പാണ്. കാലത്തിൻ കോലം മാറി കഥയില്ല കഥ പോലായി കിണിയെല്ലാം കോട്ടും സൂട്ടും കേട്ടി നടപ്പാണേ. കൊത്തൊന്നു പറഞ്ഞാലയ്യോ മറുവത്തിന് നേരം വേണ്ട പടിമുറ്റത്തെന്നും കാണാം പടയിട പൊടിപൂരം. ഉന്തുന്തുന്തുന്ത് ഉരിയാടണതെന്തൊരു തള്ള് വാവിട്ടു പറക്കും വാക്ക് അത് അങ്ങാടിപ്പാട്ട്. ഉന്തുന്തുന്തുന്ത് ഉരിയാടണതെന്തൊരു തള്ള് വാവിട്ടു പറക്കും വാക്ക് അത് അങ്ങാടിപ്പാട്ട്. അത് പിന്നെ ഇത് നമ്മൾ മറ്റേത് പോയില്ലേ നമ്മൾ അത് അതന്നെ അതന്നെ പോവാ മതി. മോള് ഇവിടെ നിൽക്കും, അമ്മ സാധനം വാങ്ങിയിട്ട് വരാം കേട്ടോ. ഇവിടെ നിൽക്കണേ. മോളെ പേരെന്താ? ആണോ? അമ്മ എവിടെ പോയി? മോളേത് സ്കൂളാ? ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം. ഇതൊക്കെ തല്ലിപ്പൊളി സ്കൂളല്ലേ. മോക്ക് ബോൾ വേണോ? വാങ്ങിക്കോ. മാമനെ ഇതുപോലെ കുറെ ബോൾ കിട്ടുന്ന വേറൊരു സ്ഥലമുണ്ട്, പറഞ്ഞേ. അമ്മ എവിടെ പോയിന്നാ പറഞ്ഞത്? ആണോ? ബോൾ എടുക്കുക അല്ലേ? ചില്ലറ ഇല്ലല്ലോ. സാരല്ല കൃഷ്ണട്ടാ, അടുത്ത ആഴ്ച എടുക്കും. മോളെവിടെ പോയി? മോളതാ അവിടെ പുറത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികളെ പെടുത്താറുള്ള സമയല്ലേ, ഇങ്ങനെ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് അവിടെ ഇരുത്താൻ. വാട്സപ്പിലൊക്കെ എന്തൊക്കെ കഥകളാ വരുന്നത്. ഇതിപ്പോ നമ്മളെ നാടല്ലേ കൃഷ്ണട്ടാ, ഇവിടെ ആര് വരാനാ? ശരി. അയ്യോ കൃഷ്ണട്ടാ, അവിടെ ഒരാള് മോളുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നുണ്ട്. വരി. അല്ല നിങ്ങൾ ആരാ? എന്റെ മോളെ പിടിക്കാൻ വന്നതാ? ഞാൻ ഈ കുട്ടികളൊന്നും സംഘടിപ്പിക്കാൻ ഇവനാണ് കുട്ടികളെ പിടിക്കാൻ വന്ന ആള്. കുട്ടികളെ പിടിക്കാൻ വന്ന ആള്. മാഷായിട്ടാണോ ഈ പണിക്ക് കുട്ടികളെ പിടിക്കാൻ ഇറങ്ങിയത്? കുട്ടികളെ പിടിക്കാൻ ഇറങ്ങിയല്ല, നിങ്ങൾക്ക് അറിയാലോ ഞാൻ കുന്നമംഗലം സ്കൂളിലെ മാഷല്ലേ. നമ്മള് കുട്ടികൾ കുറവാന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഒരു ഡിവിഷൻ കട്ടായി കഴിഞ്ഞാൽ എന്റെ പണി പോവും. അതിന് കുട്ടികളെ പിടിക്കാൻ ഇറങ്ങിയതാണ് ഞാൻ. എന്ത് നാട്ടുകാരാണ് നിങ്ങള് ഇങ്ങനൊക്കെ തല്ലിക്കള പട്ടിനെ തല്ലണാരി. ഒരു മാഷല്ലേ ഞാൻ ഒന്നുമില്ലെങ്കിലും.
ഞാൻ അറിഞ്ഞില്ല മാഷേ. നിങ്ങളെ മോളിന്റെ സ്കൂൾ പഠിക്കുന്നു കേട്ടോ. ഞാൻ അവളെ പറഞ്ഞേക്കി TC കിട്ടിയിട്ട്. അല്ല വേണ്ട, നിങ്ങൾ പറഞ്ഞേക്കരുത്. മോൾ അങ്ങോട്ട് തന്നെ വിടണം കേട്ടോ. അറിഞ്ഞില്ല. ഇങ്ങനെ കുട്ടികളെ പിടിക്കാനാന്ന് പറഞ്ഞ പിന്നെ എന്താ ചെയ്യാം? ആരാണ്ട് പറ്റിപ്പോയതാ. അറിഞ്ഞില്ല. നന്നായി വരും. ഗുരുത്തുണ്ടാവും കേട്ടോ. ഒരു മാഷിയാണ് നിങ്ങൾ തല്ലിയെന്ന് ഓർക്കണം നിങ്ങൾ. ആരും തല്ലിയില്ല മാഷേ. ആ അല്ല, സോറി. ഓട്ടോ എന്നാല് പല്ലൊക്കെ പോയിക്കണോ പുറത്തോന്നറിയാം. പിന്നെ ഇതിന്റെ ഉത്തരവാദിത്വമൊന്നുമല്ല. ഈ സ്കൂളിന് വേണ്ടി കുട്ടികളെ പിടിക്കാൻ പോയതാണ് ഞാൻ. അവസാനം നാട്ടുകാരെ ഇന്ന് തല്ലും കിട്ടി, കുടുക്കും പൊട്ടി. അതെ, ഓരോ തോന്നിയവാസം കാണിച്ചിട്ട് തല്ലുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് അത് പറയേണ്ട കാര്യമില്ല. നിങ്ങളൊരു മാഷല്ലേ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യത്തിന് പോയി തല്ലുകൊണ്ടിട്ട് അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ ടീച്ചറെ. ഞാനൊരു കാര്യം പറയാം. ഞാനിവിടെ അവസാനം കയറിയ മാഷാന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ എന്റെ തലയിലാക്കരുത് ഉത്തരവാദിത്വം. മനസ്സിലാക്കണോ? ആഹാ, ഇതുപോലെ ഞാനും കഴിഞ്ഞ വർഷം അവസാനം കയറിയതായിരുന്നു. ഞാൻ ഈ നാട് മുഴുവൻ നടന്ന് പിള്ളേരെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആർക്കും തല്ല് കിട്ടിയിട്ടില്ല. പിള്ളേരൊക്കെ ഇവിടെ ഒന്ന് ചേർന്നിട്ടുണ്ട്. ടീച്ചർ അങ്ങനെ പറയരുത്. പ്രദീപ് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് തല്ലുകൊണ്ടത്. ഇത്രയും നല്ലൊരു അധ്യാപകനെ കിട്ടിയ നമ്മുടെ സ്കൂളിന്റെ തന്നെ ഒരു അഭിമാനമാണ്. അപ്പൊ ആ രീതിക്ക് ടീച്ചർ സംസാരിക്കാൻ പാടില്ലായിരുന്നു. മതി ഇന്ന ടോപ്പാക്കിയാ മതി. ഇനി എല്ലാരും ഉണ്ടെങ്കിലേ ഈ പരിപാടിക്ക് ഞാൻ വരുള്ളൂ. എന്താ വേണ്ടെന്ന് എല്ലാരും കൂടെ തീരുമാനിച്ചോളി. അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മളിങ്ങനെ വെറുതെ പോയിട്ട് ചോദിച്ചാൽ ഇങ്ങനെ ആരും കുട്ടികളൊന്നും കൊണ്ടുതരില്ല. തരുമോ? ഇല്ല. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഓഫറുകൾ വെക്കണം. ആ ഓഫറുകൾ എന്തൊക്കെയാണ്? ചാണകം മതി. ഈ ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോലയൊക്കെ കണ്ട് വലുതായിട്ട് ഉണ്ടാവും. ധൈര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഉണ്ണിമാഷേ, ഇവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കല്ലേ? ഇവിടെ നിങ്ങൾ കൊലക്കച്ചവടം നടത്താൻ വന്നതാണോ അതോ സ്കൂളിൽ കുട്ടികളെ പിടിക്കേണ്ട കാര്യം ചർച്ച ചെയ്യാൻ വന്നതാണോ? അല്ല പിന്നെ എനിക്ക് ചെറിയ ചൊറയല്ല. ആയിക്കോട്ടെ, ശരി. ശരി, ചൊറ അല്ലേ? ബാക്കിയുള്ളവരും പണി പോകുന്ന പേടിച്ചുത്തിരിക്കുമ്പോ മാഷിക്ക് ചൊറ അല്ലേ? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാനത് എന്റെ പണീന്റെ കാര്യമാണ് പറഞ്ഞത്. മാഷ് പറഞ്ഞതല്ല ഞാൻ പറയണേ. ഞങ്ങളൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് കുട്ടികളെ പിടിക്കാൻ വേണ്ടി നടക്കുമ്പോ അല്ല, അത് നടക്കണ്ടേ? ജോലി വേണമെങ്കിൽ അങ്ങനെ നടന്നോണം. സ്കൂള് കൂട്ടിയ ജോലിയും കൂലിയും ഒന്നും ഉണ്ടാവില്ല. എന്താണ് ഉണ്ണിമാഷേ, ഒന്ന് അടങ്ങി നിങ്ങൾ. നമ്മളിവിടെ തല്ലുണ്ടാക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നതാണോ? എന്താ നമ്മൾ പറഞ്ഞു വന്നത്? കുട്ടികൾക്ക് ഓഫർ കൊടുക്കണ കാര്യം. അതെ, കുട്ടികളുടെ ഓഫർ കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ സ്കൂളുകളിലും കുട്ടികളെ കൊണ്ടുവരാനുള്ള ബസ് ഉണ്ട്, വാൻ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് യൂണിഫോം അല്ലേ? യൂണിഫോം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? കൊട കൊടുക്കുന്നുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ബുക്ക്, മുട്ട, പഴം, അങ്ങനെ ഇത്യാദി സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്കൂളും അത് ചെയ്യണം അല്ലേ? പറയുന്നൊക്കെ ശരി തന്നെ. പക്ഷേ മാനേജ്മെന്റ് കയ്യിൽ ഫണ്ടില്ല. നിങ്ങളുടെയൊക്കെ ശമ്പളത്തിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. പറഞ്ഞോ ഇയാള് മുണ്ടോ? ഇത് പറയാനൊന്നും വായ തുറന്നല്ലോ. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? മാനേജ്മെന്റിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഞങ്ങൾ ഇവിടെ ചേരുമ്പം ലക്ഷങ്ങൾ എന്നെ തന്നില്ലായിരുന്നോ? അതൊക്കെ എന്ത്? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, സ്കൂൾ അങ്ങനെ കൂട്ടാം. എന്തേ, സമാധാനാവോ? അല്ല, ഒരു കാര്യം പറഞ്ഞാ എന്തേ? അതെ, അങ്ങനെയാണെങ്കിൽ ഇത് എനിക്ക് കൊല പഠിപ്പിക്കാൻ നിന്നൂടെ? തരാലോ? അതാണോ അപ്പൊ അതിന്റെ പരിഹാരം? ആവശ്യപ്പ ഞങ്ങളുടെ ആയിപ്പോയില്ലേ, ഞങ്ങൾ തരാം. അതാ അവിടെ 4 ഓട് പൊട്ടിയുണ്ട്, അതെങ്കിലും നിങ്ങൾ മാറ്റി തരൂ. അതാലോചിക്കാം, അത് ന്യായം. എന്നാലേ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നാളെ മുതൽ കുട്ടികളെ പിടിക്കാൻ ഒറ്റയ്ക്ക് ഞാൻ പോവില്ല. എല്ലാരും കൂടി ഉണ്ടെങ്കിലേ ഈ പരിപാടി നടക്കുള്ളൂ. എന്തേ? അത് പ്രദീപ് മാഷ് പറഞ്ഞത് കറക്റ്റാ. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ഏത്? പിന്നെ എല്ലാരും ചായ കുടിച്ച് പിരിയല്ലേ? അല്ല, അതും ശമ്പളത്തിന്ന് പിടിക്കോ? ഉണ്ണിമാഷേ, ടീച്ചറെ എന്താ എന്റെ മാഷേ, ഞാൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് സമാധാനമായിട്ട് കേറട്ടെ. ടീച്ചറെ, ഞാൻ വന്ന് നാളത്തെ കാര്യം പറയണം. നാളത്തെ എന്ത് കാര്യം പറയാനാ? അതൊക്കെ നമ്മൾ സ്റ്റാഫ് റൂമിൽ ചർച്ച ചെയ്തതല്ലേ? അതല്ല ടീച്ചറെ, ആ ദിവ്യപ്രഭ ടീച്ചർക്ക് നല്ല മടിയാ. അവര് നാളെ വരുന്ന എനിക്ക് തോന്നില്ല. ഹെഡ് മിസ്റ്റർ സ്ട്രിക്റ്റ് ആയിട്ട് പറയണം. ഹെഡ് ടീച്ചർ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം. ഞാനല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എല്ലാരും എത്താതെ മാഷ് നാളെ കുട്ടികളെ പിടിക്കാൻ ഇറങ്ങണ്ട. മതി പോരെ? എന്നാ മാഷ് ഇപ്പൊ ക്ലാസ്സിൽ ചെല്ല്, അല്ല വീട്ടിൽ ചെല്ല്. അങ്ങനെയാണെങ്കിലും ഓക്കെ. എല്ലാരും ഇല്ലാണ്ട് ഈ പരിപാടിക്ക് ഞാൻ ഉണ്ടാവല്ലോ ടീച്ചറെ, അത് ഉറപ്പാണ്. ആയിക്കോട്ടെ, പ്രദീപ് മാഷ് ചെല്ലൂ. ഇപ്പൊ ഞാൻ പോവാണ്. കുട്ടികളെ എങ്ങനെങ്കിലും പഠിപ്പിച്ചെടുക്ക. ഈ അധ്യാപകർ ഇങ്ങനെ തുടങ്ങിയാലോ? റെഡ് ചെയ്താ മതിയായിരുന്നു.
ടീച്ചർ പോണ്ടേ? എന്നാ പിന്നെ എല്ലാരും കൂടെ അങ്ങോട്ട് പോവല്ലേ? എങ്ങോട്ട് പോവാ? അല്ല നമ്മള് അല്ലല്ല, നടക്കൂല. അത് നടക്കൂല ടീച്ചറെ. എല്ലാരും വരാണ്ട് ഇനി പരിപാടിക്ക് ഞാൻ ഉണ്ടാവും. എന്താ പ്രതിബന്ധം ഇങ്ങനെ പറയുന്നത്? എന്ത് മാഷേ, ഞാൻ പറഞ്ഞത് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ടീച്ചർക്ക് അങ്ങോട്ട് എത്താലോ. നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ തന്നെ സ്ഥലത്തെത്തി അങ്ങോട്ടേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞാ പോരെ? ആണല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാരും കൂടെ പോയിട്ട് എവിടെയുള്ളതെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നോളാം. അതാവല്ലേ സൗകര്യം? മാഷ് സ്ഥിരമായിട്ട് വീട്ടിൽ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങളും കൂടെ ഇതിന് മെനക്കെടുക്കും. അല്ലാണ്ട് ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് ഇതിന്റെ കാര്യമില്ല. കാര്യമില്ല. ഇന്റെ ഡിവിഷൻ ആണല്ലോ, അത് പൂട്ടി പോവല്ലോ. പക്ഷെ അത് മാത്രല്ല, സ്കൂൾ തന്നെയാണ്ട് പൂട്ടിപ്പോ. എല്ലാരും കൂടെ ഉത്തരവാദിത്താണ്. ഈ സമയം കൊണ്ട് എനിക്ക് 2 വാഴൊക്കെ തടന്നുറക്കരുത്. നിങ്ങളെ തമാശ കളിയെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലൊന്ന് വിളിക്കുക. അല്ലല്ല, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ആ ടീച്ചർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ വായ നിന്നേക്ക് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞോളൂ, ഇപ്പൊ പോരുത്. ടീച്ചർ ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്ക്. ലാസ്റ്റ് ആയിട്ട് എവിടെ എത്തി നോക്കി. മാഷേ ഇവിടെ വന്നു. അല്ലല്ല, എന്താണ് ഈ ഉണ്ണിമാഷ് ഇങ്ങനെ ഒരു കച്ചറയാവരുത് കേട്ടോ. നമ്മൾ ടീച്ചേഴ്സാണ്. ഞാൻ വിളിക്കല്ലോ, ഇതാ അങ്ങോട്ട് വിളിച്ചിട്ട് എത്തണ്ടേ? ഇത് ഡയലാവണ്ടേ? ടീച്ചർ പ്രസംഗം നിർത്തി വിളിക്ക് ടീച്ചറെ. ഹലോ, സോറി ദിവ്യപ്രഭ ടീച്ചർ എവിടെ പോയി കിടക്കുക? ഞങ്ങൾ 9:30 മണി മുതൽ ഇവിടെ സ്കൂളും പൂട്ടി കാത്തു നിൽക്കല്ലേ? ടീച്ചർ എവിടെ പോയി കിടക്കുക? ഒരു ഉത്തരവാദിത്തല്ലേ? അവരതിന് നിൽക്കല്ലേ ഞങ്ങളിവിടെ? പറഞ്ഞേക്ക്. ആണോ? ഞാൻ സംസാരിക്കാം. ഞാൻ സംസാരിക്കാം. കട്ടാക്കി ഇവിടെ എത്തി അങ്ങോട്ട് വന്നൂടെ? ഗുഡ് മോർണിംഗ് മാഷേ. ഗുഡ് മോർണിംഗ്. ലേറ്റ് ആയില്ലല്ലോ? ഭയങ്കര നേരത്തെ എവിടെ പോയി കിടക്കാം ടീച്ചറെ? എന്റെ ടീച്ചർ ഒരു കുഴപ്പമില്ല ടീച്ചർ, നമുക്ക് പോകാം. അതെ, എനിക്ക് ഇങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ. എന്നെ കൂട്ടാതെ പോകാനാണെങ്കിൽ ഇങ്ങോട്ട് പോവായിരുന്നല്ലോ. ഓ, ഇത് അതിനുള്ള അളവാണ് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായി. 9:30 മണി പോലെ ഞങ്ങൾ ഇവിടെ കുറ്റിയും പറിച്ച് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ട് ഉണ്ണിമാശക. അതെ ടീച്ചറെ, ഈ നടപ്പ് കഴിഞ്ഞ വർഷം ഞാൻ കുറെ നടന്നതാണ്. അപ്പൊ അതൊന്നും കണ്ടില്ലല്ലോ. എനിക്ക് ഇപ്പോഴേ വരാൻ പറ്റുള്ളൂ. സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പോവാം. അതെ, വേറൊരു കാര്യം പറയാം. നിങ്ങൾ കച്ചറങ്ങ് നടക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ. എനിക്ക് നിങ്ങളെ പോലത്തെ ഒരു പണിയല്ല, എനിക്ക് ഒരുപാട് പണികൾ വേറെ ഉണ്ട്. ഇത് കഴിഞ്ഞ് എനിക്ക് ഒരു പശുവിന്റെ കുട്ടീനെ വാങ്ങാൻ പോകണം. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇപ്പം എന്റെ കൂടെ വരിക. വീട്ടിൽ ഒരുപാട് പണിയുണ്ട്. പശുവിന്റെ കുട്ടീനെ വാങ്ങാനാണോ? ഓക്കെ, എനിക്ക് ഒരു പണിയില്ല. നിങ്ങൾ കൂടെ വന്നേ. പശുവിന്റെ കുട്ടീനെ വാങ്ങാനാണോ? കുട്ടീനൊക്കെ പിന്നെ വാങ്ങാൻ മാറ്റി. എന്താണ് ടീച്ചറെ, എത്ര നേരമായി കാത്തു? വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടണ്ടേ? വെക്കേഷൻ അല്ലേ, കുട്ടികളൊക്കെ വീട്ടിൽ തന്നെയാ. 100 പണികളാ. ഇവിടെ അറബിയാഷയുടെ മാഷ് നമ്മളോട് നടന്നോളാൻ പറഞ്ഞു. അയാളെ ബാർബർ ഷോപ്പിനടുത്ത് കൂടാന്ന് പറഞ്ഞു. വാ. അതല്ല ടീച്ചറെ, നമ്മളെ സ്കൂളിൽ ഇപ്പൊ അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെന്തിനാ മാനേജ്മെന്റ് ഇത്ര കഷ്ടപ്പെടുന്നത്? അതിതുവരെ മാഷ്ക്ക് മനസ്സിലായില്ല. ഇല്ല. ഒരു 20 കുട്ടികളെ കൂടെ കൂടുതൽ കിട്ടിയാലേ സ്കൂളിൽ ഒരു ഡിവിഷൻ കൂടെ ഇടാൻ പറ്റൂലേ? ഒരു ഡിവിഷൻ കൂടി ഇട്ടാ എന്താവും? ഒരു അധ്യാപക പോസ്റ്റ് കൂടെ ഇടാം. ഒരു പോസ്റ്റിന് ഇപ്പോഴെത്രയാ വാങ്ങുന്നേ? ഒരു 25 ലക്ഷമൊക്കെ വാങ്ങുന്നുണ്ട്. കിട്ടിയില്ലേ? 25 ലക്ഷം രൂപ പുഷ്പം പോലെ മാനേജ്മെന്റിന് വാങ്ങിക്കൂടെ? അപ്പൊ മാനേജറെ പൈസക്കാരനാക്കാനാണ് നമ്മൾ ഈ വെയിൽ കൊള്ളുന്നത്. അതിനെന്താ മാഷേ, അതിനുള്ള കമ്മീഷൻ അവര് തരുന്നുണ്ടല്ലോ. അതാലോചിക്കുമ്പോഴാണ് ഒരു ആശ്വാസം. പക്ഷെ നമ്മൾ ഈ കയറുന്ന വീട്ടുകാരിലധികവും കുട്ടികൾ അൺഎയ്ഡഡ് സ്കൂളിലാണല്ലോ ചേർത്തുന്നത്. അല്ലാത്തവരുണ്ടാവല്ലോ മാഷേ, നമുക്ക് അവരെ മതിയല്ലോ. എന്റെ അഭിപ്രായത്തില് ഈ അൺഎയ്ഡഡ് സ്കൂളുകളില് കുട്ടികളെ ചേർത്തുന്ന രക്ഷിതാക്കളുണ്ടല്ലോ, തികച്ചും മണ്ടന്മാരാ. ഗവൺമെന്റ് എന്തൊക്കെ സൗകര്യങ്ങളാ സർക്കാർ സ്കൂളിൽ ചെയ്യുന്ന മാഷേ? ടെക്സ്റ്റ് ബുക്ക് ഫ്രീ, യൂണിഫോം ഫ്രീ, പിന്നെ ഉച്ചഭക്ഷണം, പാല്, മുട്ട, എന്തൊക്കെ പോഷകാഹാരങ്ങളാ കൊടുക്കുന്നേ. സ്പെഷ്യൽ ഫീസ് ഇല്ല, ഡൊണേഷൻ ഇല്ല, ട്യൂഷൻ ഫീസും ഇല്ല, വണ്ടി പൈസയും കൊടുക്കണ്ട. പിന്നെ ഇവരൊക്കെ ഇത് എന്തിനാണ് അൺഎയ്ഡഡ് സ്കൂൾ ചേർത്തുന്നത് മാഷേ? ടീച്ചർ പറഞ്ഞൊക്കെ ശരിയാണ്. എന്നിട്ട് ടീച്ചർ മോളെന്താ അൺഎയ്ഡഡ് സ്കൂൾ ചേർത്തിയത്? അത് മാഷേ, അറബി മാഷ് കാത്തുക്കുന്നുണ്ടാവും. നമ്മൾ പതുക്കെ നടന്നാൽ എങ്ങനെ ശരിയാവാ? ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തും. ടീച്ചറെ, നിങ്ങൾക്കൊരു മൂളില്ലയോ? ഓളെ ഈ സ്കൂൾ ചേർത്തിക്കൂടെ? എന്താ ഉണ്ണി മാഷ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് കരയോഗത്തിനനുസരിച്ചിട്ട് ഞങ്ങളുടെ കരയോഗത്തിന്റെ കീഴിലുള്ള സ്കൂളിൽ മാത്രമേ കുട്ടികളെ ചേർത്താൻ പറ്റുള്ളൂ.
എന്താ ദിവ്യപ്രഭ ടീച്ചർക്ക് ഒരു കാലിനൊരു അമാന്തം? കാല് വേല എടുത്തിട്ടാണ് ടീച്ചറെ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ടീച്ചറുടെ കുട്ടികളല്ല, കരയോഗത്തിന്റെ കുട്ടികളല്ലല്ലോ. നീ അതെ ടീച്ചറെ, ഈ വീട്ടിലൊരു കൊച്ചുണ്ട്. ഇവിടെ കുട്ടിയുണ്ടോ? ഉണ്ട് കുട്ടി ഉണ്ടാവും, പോയി നോക്കാം നമുക്ക് എന്തായാലും. നല്ല തെങ്ങാട്ടോ, നല്ല തേങ്ങ ഉണ്ടാവും. മാഷ് തേങ്ങ നോക്കാനല്ല, കൊച്ചിനെ നോക്കാനല്ലേ. അത് നോക്കാം, ഒന്ന് തണലത്തെങ്കിലും ഇരിക്കാമല്ലോ. ഈ റിട്ടയർഡ് ആവുന്നതിന് മുന്നേ കുട്ടികളെ പിടിക്കാൻ ഉണ്ടായാ മതി. അയ്യോ പട്ടി പട്ടി എന്റെ ഉണ്ണി മാഷ് പട്ടി കടിക്കും. കൊരക്കുന്നുള്ളൂ, കടിക്കൂല. കൊരക്കും പട്ടി കടിക്കൂല. പോരി പേടിക്കണ നായി കൂട്ടിലാണ്, അത് കടിക്കൂല. ഇങ്ങനെ പേടിച്ചാ പറഞ്ഞേ മോനെ, ഒന്ന് ഇരിക്കട്ടെ, മാറ് ഇരുന്നോട്ടെ. എന്താണ് നിങ്ങളിനി ഇരുന്നില്ലേ, വന്ന കാര്യം പറയ്. അച്ഛനോട് പോയി, അച്ഛൻ വരട്ടെ. അച്ഛൻ മരിച്ചിട്ട് 5-8 കൊല്ലായി. ഞാനാ അവിടുത്തെ ഗ്രഹനാഥപ്പോ. എന്താ ഉണ്ണി മാഷേ, അതായത് പേര് എന്തായിരുന്നു? പേര് ബാബു. ബാബു, ഞങ്ങൾ വന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ പുറ്റുമണ്ണലത്തായിട്ടുള്ള LP സ്കൂളിലുള്ള ടീച്ചേഴ്സാണ്. ഞാനാണ് HM. കുറെ കാലമായി അവിടെ തന്നെയാണ്. അതെ, ഒരുപാട് കുട്ടികൾ നമ്മുടെ കൈകളിലൂടെ പോയിട്ടുണ്ട്. അപ്പോ ഞാൻ വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് നല്ല മറ്റേ മന്ദരി അസുഖം ഉണ്ട് തേങ്ങയൊക്കെ. നമ്മള് പുകലക്കഷായം ബെസ്റ്റാ. പുകല 1 കിലോ. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ബുക്ക് കൊടുക്കുന്നുണ്ട്, ബാഗ് കൊടുക്കുന്നുണ്ട്, കൊട, പിന്നെ അതുപോലെ കിൻഡർ ജോയ്, ലേസ്, ബിങ്കോ, കുർക്കുറ, അങ്ങനെ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ സർക്കാർ കൊടുക്കുന്നതല്ലേ. പിന്നെ യൂണിഫോം കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ കളിപ്പാട്ടങ്ങളുണ്ട്. പിന്നെ കിൻഡർ ജോയ് മിഠായിയാണ്, കളിപ്പാട്ടല്ല. അതിന്റെ അകത്ത് കളിപ്പാട്ടല്ലേ? ലൈബ്രറീസ് ഇഷ്ടം പോലെ എൻസൈക്ലോപീഡിയകൾ. സൈക്കിൾ വീടൊക്കെ നമ്മള് കോമ്പൗണ്ട് വിട്ട് അപ്പുറത്തേക്കാട്ടോ. ഒരുപാട് MTയുടെ 4 കെട്ടുകൾ അടക്കമുള്ള ഒരുപാട് കെട്ടുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും അസുഖമാണെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുമ്പോ ടീച്ചറൊക്കെ നല്ല ഇതാണ്. മൂക്കൊലിപ്പ് അങ്ങനെയൊക്കെ വന്നു അതിന്റെ ചാർജ് ഇത്തവണ ഈ മാഷിനാ. മാഷ് നല്ലോണം നോക്കിക്കോളൂ. പിന്നെ വാരിക്കൊടുക്കുക അങ്ങനെയുള്ള ഉണ്ടല്ലോ. ഇവിടെ സെന്റിൽ എന്ത് വിലയുണ്ട് ഭാഗങ്ങളിലൊക്കെ? മാഷ് ഇത് പറയട്ടെ. അപ്പൊ കുട്ടിയെ നമ്മുടെ സ്കൂളിലേക്ക് തന്നെ അല്ലേ വിട്ട് തരിക. നമ്മൾ പൊന്നുപോലെ നോക്കി കൈകളിൽ തന്ന പോലെ ഒരു അമ്മയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് അല്ല, നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് കുട്ടീനെ അവിടെയൊക്കെ ചേർത്തണമുണ്ട്. അറിയാം ബാബുവിന്റെ ബാബു അല്ലേ വന്നപ്പോ തന്നെ ബാബു ഞാൻ പറഞ്ഞ ബാബു ഇവിടെ വേറെ ലെവലായി. നിങ്ങളെ ഈ ഒരു തണലും പച്ചപ്പും ഈ ഒരു ഏരിയ. ബാബുവിന്റെ ഒരു മനസ്സ്. പക്ഷേ ടീച്ചറെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് കുട്ടികളായിട്ടില്ല. ഒരുപാടായി വഴിപാടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പൊ എനിക്ക് വേണ്ടി നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം, എന്നാലേ അത് വേഗം ശരിയാവുള്ളൂ. എന്താ മാഷേ? കുട്ടികളാവുന്നവരെ ക്ലാസ്സിലൊന്നും ഇരിക്കട്ടെ. ബാബു പോവാല്ലേ മാഷെ? പോവാം. പിന്നെ ചായ കുടിക്കണോ? ശരി, ആയിക്കോട്ടെ. അപ്പൊ അങ്ങോട്ട് അയക്കോ ആയാല്. എന്താ ടീച്ചർ നിങ്ങളല്ലെങ്കിൽ കയറ്റം കൊണ്ട് കയറ്റിയത്? ടീച്ചറല്ല പറഞ്ഞു വീട്ടില് കുട്ടികളുണ്ടാവുന്നു. അതാ വീടിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ ഞാനോർത്ത് കൊച്ചു. എന്താ ദിവ്യപ്രഭ ടീച്ചർ വീടിന്റെ സെറ്റപ്പ് കണ്ടിട്ടാണ് അവിടെ കുട്ടികളുണ്ടെന്ന് ഊഹിക്കുക? ടീച്ചർ എങ്ങനെയാണ് പരീക്ഷാ പേപ്പർ നോക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഊഹിച്ചങ്ങ് മാർക്ക് ഇടുക, വായിച്ചു നോക്കാം. ടീച്ചറെ വെറുതെ എന്നോട് ദേഷ്യപ്പെടണ്ട. ഞാൻ കഴിഞ്ഞ വർഷം ഈ ലോകം മുഴുവൻ നടന്നല്ലോ പിള്ളേരെ പിടിക്കാൻ. അപ്പൊ ടീച്ചറും ഉണ്ടായിരുന്നില്ല, മാഷും ഉണ്ടായിരുന്നില്ല എന്റെ കൂടെ. ഞാൻ ഒറ്റയ്ക്കാ നടന്നത്. അല്ല ദിവ്യപ്രഭ ടീച്ചർ അത് പറയത് അന്ന് എനിക്ക് ചിക്കൻ കുനിയ പിടിച്ചു. പിന്നെ ചിക്കൻ കുനിയ ചിക്കൻ ബിരിയാണി പ്ലേറ്റ് അതൊക്കെ. എന്താ ഇത് മൈസൂരാണ്, കദളിയാണ്, നല്ല കൊലയാട്ടത്. ഒലക്കാണ് ഇങ്ങോട്ട് വരും മാഷ. അത് ബംഗാളിയാണ്. ആ ബംഗാളി ടീച്ചറെ ആ വീട്ടിലൊന്ന് പോയി നോക്കിയാലോ?
ദേ ടീച്ചറെ, ഒന്നാമത് എന്താണെന്നറിയോ, ഈ വേഷത്തിലാണോ ഒരു മാഷ് ചെല്ലേണ്ടത്? ഇതുപോലെ വേണ്ടേ? അല്ല ടീച്ചറെ, ഈ മാഷന്മാരെ സൗന്ദര്യം നോക്കിയിട്ടാ കുട്ടികളെ സ്കൂളിൽ സൗന്ദര്യമല്ല, ഇതൊരുമാതിരി തല തിരിഞ്ഞ പിള്ളേര് വെക്കുന്ന പോലെ ഇവിടെ. അതൊക്കെ എന്റെ ഇഷ്ടമാണ്. എന്റെ പ്രതിഭ നേരെ ഇതൊന്നും പഠിച്ചു കളയുന്നു. അത് ആകെ 5-8 ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നത്. അത് ദിവ്യപ്രഭ ടീച്ചർ അതിലിടപെടും. എന്നാ വ്യക്തിപരമായ കാര്യമല്ലേ ഇതും? ഡിവിഷൻ തന്നെ ഉണ്ടാക്കിക്കോ. എനിക്ക് പറ്റില്ല, എന്റെ കാല് വേന എടുക്കണം. എന്താ ദിവ്യപ്രഭ ടീച്ചർ നടക്കാൻ വയ്യ. എന്നാ ഇവർ രണ്ടാളും അവിടെ ഊഞ്ഞിരിക്കട്ടെ. ഉണ്ണി മാഷി വരുന്നുണ്ടോ? മാഷി ഈ സൈഡിലേക്ക് ഇറങ്ങേ. കാലിന്റെ വേദന നോക്കി. ആ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് കുറെ കുട്ടികളുള്ളൊരു വീടുണ്ട്. അല്ല മാഷേ, ഇനിയിപ്പോ കുട്ടികൾ കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ നമ്മളെ സ്കൂളിൽ ബെഞ്ച് ഉണ്ടാവുമോ? ബെഞ്ചൊക്കെ നമുക്ക് ആരെങ്കിലും കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചൂടെ? പിന്നല്ലാതെ അതിന് വേറെ ഒരു നടത്തം പിന്നെയും നടക്കാം. ടീച്ചറെ വീട് എവിടെ? ഇതന്നെ ഈ വീട്ടുകുട്ടി. അല്ല, ഇനി ഈ വീട്ടിൽ നമ്മൾ പ്രാർത്ഥിച്ച് കുട്ടികളെ കൊടുക്കേണ്ടി വരുമോ? ഉണ്ണി മാഷെ അങ്ങനെ പറയരുത്. ഞാൻ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ വന്ന സമയത്ത് ഇവിടെ കണ്ടതല്ലേ കുട്ടീനെ. എവിടെയെങ്കിലും ഉണ്ടായാ മതി. അവിടെ ഉണ്ടെന്ന്. ഇതും കൂടി ഉള്ളൂ കേട്ടോ, എനിക്ക് കാല് വേനയാ. എന്താണ് ടീച്ചറെ ഇങ്ങനെ? നമുക്കൊരു 5 കുട്ടികളെ കിട്ടണ്ടേ ഒരു ദിവസം? മാഷെ ടീച്ചർ ഇതൊക്കെ എങ്ങോട്ടാ? എന്തേ കുട്ടി? ഞങ്ങളെ സ്കൂളിലേക്കുള്ള കുട്ടീനെ പിടിക്കാൻ വന്നതാ. അയ്യോ, അതെന്താ ഇവിടെ? ഇത് ഞങ്ങളുടെ പരിധിപ്പെട്ട വീടാണ്. ഇത് ഞങ്ങളുടെ കുട്ടിയാണ്. ഞങ്ങളൊന്നും ഇല്ല. അതെ അതെ അതെ, ഇത് ഞങ്ങളുടെ സ്കൂൾ അവിടെ അടുത്താണ്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിന്റെ പരിധിപ്പെട്ട വീടാണ് ഈ വീട്. അപ്പൊ ഇവിടുത്തെ കുട്ടി ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങളുടെ സ്കൂളിന്റെ കുട്ടിയാണ്. അതെ, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങളെ മാതിരി ഇടിഞ്ഞു പോയി. എന്തത് കുട്ടികളാണ് നമ്മളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ വീട്ടുകാർ സമ്മതിച്ചാലും ഇവിടുത്തെ കുട്ടികളെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. എന്റെ സമ്മതം നിങ്ങളൊക്കെ ആരാ? അല്ല നിങ്ങളാരാ? ഞാൻ ഈ വീട്ടുകാരാണല്ലോ. എല്ലാരും കൂടി എന്താ എന്റെ വീട്ടിന് മുന്നിൽ ഒരു തല്ലുംപിടി? തൊട്ടടുത്ത സ്കൂളിലുള്ള മാഷന്മാരാണ്. കുട്ടികളെ കൊണ്ടുപോകാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. അത് ശരി, അത് ശരി. കുട്ടിന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുട്ടിയാണല്ലോ. നമ്മളെ കുട്ടിയല്ല, എന്റെ കുട്ടി. അല്ല, നിങ്ങളെ കുട്ടീന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ കുട്ടിയാണ്. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ സ്കൂൾ കുറച്ച് ദൂരെയാണ്. ഞങ്ങൾ സ്കൂൾ ബസ് ഉണ്ട്. കുട്ടികളെ ബസ്സിൽ കൊണ്ടുപോകും. ഇവർക്ക് അതൊന്നും നടന്നു പോകണം. കുട്ടികളെ ഞങ്ങൾ ഉക്കത്തെടുത്ത് കൊണ്ടുപോകും. ഞങ്ങളുടെ ബസ്സിൽ കൊണ്ടുപോകും. പക്ഷേ നല്ല സ്കൂളാ. ഇതിനെന്ത് കൊടുത്തു? മൊത്തമായിട്ട് സ്ഥലത്തിന് എന്ത് കൊടുത്ത്? എനിക്ക് സ്ഥലത്തിന്റെ കാര്യമൊക്കെ അടക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്റെ കുട്ടീനെ സ്കൂളിലേക്ക് പിടിച്ചിട്ട് വന്നല്ലേ? എന്നാലേ നിങ്ങളൊരു കാര്യം കേട്ടോളി. സ്കൂൾ ചേർത്തി ഇനീന് വേണ്ടിയിട്ട് ആരും ഇങ്ങനെ പനിക്കേണ്ട കിടന്നിട്ട് തല്ലും കൂടണ്ട. അതെ, സ്ഥലമൊക്കെ വിൽക്കാനാകുമ്പോ ഞാനായിട്ട് ആളെ അല്ല ടീച്ചർ, നിങ്ങളെ സ്കൂളിലെ കുട്ടികളായോ? ബെഞ്ചില്ല. ഇനി പുതിയ ബെഞ്ച് ഉണ്ടാക്കണം. ബെഞ്ച് ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. തല്ല് കൂടുകയാണ്. ആ റോട്ടുമെന്ന് കൂടിക്കോളൂ. അല്ല, കുട്ടികളില്ലാതെ ശരിയെന്നാ? ആ കുട്ടികളില്ലാന്ന് പറഞ്ഞാൽ ശരി തന്നെയാ. എന്താ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ ഉണ്ടാക്കുക. Thank you.